ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഡിസ്ക്ലോഷർ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് കുറച്ച് മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടോപ്പിക്കുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഡിവിഡൻഡ് വരെയുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സാണ്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ആണ്. എന്താണ് റിലേറ്റഡ് പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻറ്റിറ്റി ആയിട്ട് ഡയറക്റ്റായിട്ട് റിലേഷനിൽ വരുന്ന, അതായത് ഒരു ട്രാൻസാക്ഷനൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പാർട്ടീസിനെയാണ് റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിസ്ക്ലോഷർ എങ്ങനെയാണ്, എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ സ്കോപ്പ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 ആണ്. നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഈസ് ടു എൻഷുർ ദാറ്റ് ആൻ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെയ്ൻ disclosure necessary to draw attention the possibility that its financial position and profit or loss may have been affected by the existence of related parties and by transactions and outstanding balances including commitments with such parties. അപ്പോൾ ഇവിടെ കുറച്ച് ലെങ്തിയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? എന്താണ്? ഈ റിലേറ്റഡ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യാം. ടു ഡിസ്ക്ലോസ് ദ റിലേറ്റഡ് പാർട്ടി മാറ്റേഴ്സ് വിത്ത് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെയോ അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സിൻ്റെ പൊസിഷനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വായിക്കുന്നവരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ യൂസേഴ്സിൻ്റെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ, അല്ലെങ്കിൽ എന്താണ് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24ൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24ൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? The standard shall be applied in identifying related party relationships and transactions. ഒന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒന്ന്, റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ട്, ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ഇൻക്ലൂഡിങ് കമ്മിറ്റ്മെൻറ്റ്സ് ബിറ്റ്വീൻ ആൻ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് പാർട്ടീസ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ എന്താണ് ആ എൻറ്റിറ്റിയുടെ റിലേറ്റഡ് പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. തേർഡ് പോയിൻറ്റ്, ഐഡൻറ്റിഫൈയിങ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഡിസ്ക്ലോഷർ ഓഫ് ദ ഐറ്റംസ് എബോവ് ആർ റിക്വയർഡ്. ഇത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 പോയിൻറ്റും ആവശ്യമായി വന്നിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഏതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം വരാനുള്ള കാരണം, അത് എഴുതണം. നാലാമത്തെ പോയിൻ്റ്, ഡിറ്റർമിനിങ് ദ ഡിസ്ക്ലോഷേഴ്സ് ടു ബി മെയ്ഡ് അബൌട്ട് ദോസ് ഐറ്റംസ്. അത് ഡിസ്ക്ലോഷേഴ്സ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, നേരത്തെ പറഞ്ഞ ഐറ്റംസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്ലോഷേഴ്സ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തായിട്ട് പറയുന്നത്, ഇതിൻ്റെ സ്കോപ്പായിട്ട് പറയുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, ഡിസ്ക്ലോഷറിന് വേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ട്, അത് ആ റിലേറ്റഡ് പാർട്ടീസായിട്ട് ബന്ധപ്പെട്ട ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് അതുപോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. 3, ഐഡൻറ്റിഫൈയിങ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഡിസ്ക്ലോഷർ ഓഫ് ഐറ്റംസ് എബോവ് ആർ റിക്വയർഡ്. ഏത് സന്ദർഭത്തിലാണ് ആ മുകളിലുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് വന്നിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഏത് സന്ദർഭത്തിലൊക്കെയാണ്.
നാലാമത്തെ പോയിൻ്റ്, ഡിറ്റർമിനിങ് ദ ഡിസ്ക്ലോഷേഴ്സ് ടു ബി മെയ്ഡ് അബൌട്ട് ദോസ് ഐറ്റംസ്. മറ്റുള്ള ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്ലോഷേഴ്സ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്ലോഷേഴ്സിൻ്റെ എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യുക. ഇത്രയും 4 സ്കോപ്പാണുള്ളത്. ദെൻ അടുത്തത്, ദിസ് സ്റ്റാൻഡേർഡ് റിക്വയർസ് ഡിസ്ക്ലോഷർ ഓഫ്. ഈ സ്റ്റാൻഡേർഡിനുള്ള ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സ്. അപ്പോൾ ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 അനുസരിച്ച് ചില ഡിസ്ക്ലോഷേഴ്സ് വേണം. ഡിസ്ക്ലോഷേഴ്സാണ് പറയുന്നത് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സ്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ഇൻക്ലൂഡിങ് കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സ്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ഇൻക്ലൂഡിങ് കമ്മിറ്റ്മെൻറ്റ്സ്. Then, in the consolidated and separate financial statements of a parent or investors with joint control or significant influence over an investee. അത് ആരുടെയൊക്കെ കേസിലാണ്? ഇൻ ദ കൺസോളിഡേറ്റഡ് ആൻഡ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ പാരൻറ്റ് കമ്പനിയുടെ, അല്ലെങ്കിൽ എന്താണ്, ആരാണോ പാരൻറ്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി ആരാണോ അവർ, പാരൻറ്റ് കമ്പനി, ഓർ ഇൻവെസ്റ്റേഴ്സ് വിത്ത് ജോയിൻറ്റ് കൺട്രോൾ, അല്ലെങ്കിൽ എന്താണ്, ആ കമ്പനിയിലെ ജോയിൻറ്റ് കൺട്രോളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ, ഓർ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓവർ ആൻ ഇൻവെസ്റ്റി. ആ ഇൻവെസ്റ്റിയുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കമ്പനിയിൽ കൺട്രോൾ ചെയ്യത്തക്ക, അല്ലെങ്കിൽ എന്താണ്, ആ കമ്പനിയുടെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യത്തക്ക പവർ ഉണ്ടെങ്കിൽ, അത്തരം ഇൻവെസ്റ്റീസ് ഉണ്ടെങ്കിൽ അവർ കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പറയേണ്ടത്. പ്രസൻറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 ഓർ 27 consolidated and separated financial statements. This standard also applies to individual ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രസൻറ്റേഷൻ റിക്വയർമെൻറ്റ്സിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 അതുപോലെ തന്നെ എന്താണ്, കൺസോളിഡേറ്റഡ് ആൻഡ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്പർ 27 ഒപ്പം തന്നെ ഈ സ്റ്റാൻഡേർഡും എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എന്താണ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് നടത്തുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. In circumstances where providing such a disclosure would conflict with the reporting entity's duties of confidentiality as specifically required in terms of statute or by any regulator or similar competent authority. അപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ, അവരുടെ താല്പര്യത്തിലൊരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി 2, ഇൻ കേസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ട് ഓർ എ റെഗുലർ ഓർ എ സിമിലർ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഗവേണിംഗ് ആൻ എൻറ്റിറ്റി പ്രൊഹിബിറ്റ്സ് ദ എൻറ്റിറ്റി ടു ഡിസ്ക്ലോസ് സർട്ടൻ ഇൻഫർമേഷൻ. അതായത് ഇതിൻ്റെ എന്താണ്, ഈ എൻറ്റിറ്റി ഡീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നിയമപ്രകാരമുള്ള എന്താണ് അവർ പ്രൊഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ എൻറ്റിറ്റിയുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും റെഗുലേറ്റിംഗ് അതോറിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോയോ ഒക്കെ നമ്മുടെ ഇത്തരം റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിനെ എതിർക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതും ഈ സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബാങ്ക്സ് ആർ ഒബ്ലിജ്ഡ് ബൈ ലോ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ട്രാൻസാക്ഷൻ. അപ്പോൾ ബാങ്കുകളുടെ കേസിൽ അത് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എന്താണ്, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 24 എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്സും ട്രാൻസാക്ഷൻസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അവരുമായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകൾ, മറ്റ് കമ്മിറ്റ്മെൻറ്റ്സുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഏത് സാഹചര്യത്തിലാണ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഡിസ്ക്ലോഷർ ഓഫ് ദ ഐറ്റംസ് എബവ് ആർ റിക്വയർഡ്, ഏത് സമയത്താണ് ഇങ്ങനെയുള്ള ഒരു സർക്കംസ്റ്റാൻസസ് വന്നത്. ഡിറ്റർമിൻ ദ ഡിസ്ക്ലോഷർ ടു ബി മെയ്ഡ് അബൌട്ട് ദോസ് ഐറ്റംസ്, എങ്ങനെയാണ് ഡിറ്റർമിൻ ദ ഡിസ്ക്ലോഷേഴ്സ് ടു ബി മെയ്ഡ് അബൌട്ട് ദോസ് ഐറ്റംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സാണ് അതിൽ നിന്ന് വേണ്ടത് എന്ന് കണ്ടുപിടിക്കുക. ഇനി ഡിസ്ക്ലോഷർ ഓഫ് എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ്, ട്രാൻസാക്ഷൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ് ഇൻക്ലൂഡിംഗ് കമ്മിറ്റ്മെൻറ്റ്സ് ഇൻ ദ കൺസോളിഡേറ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ്. എന്തിലാണ് വേണ്ടത് ഈ ഡിസ്ക്ലോഷറൊക്കെ? എന്തിലാണ് വേണ്ടത്? ഒന്നുകിൽ പാരൻറ്റ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ, അല്ലെങ്കിൽ ഓർ ഇൻവെസ്റ്റേഴ്സ് വിത്ത് ജോയിൻറ്റ് കൺട്രോൾ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓവർ ആൻഡ് ഇൻവെസ്റ്റ്, ഇവരുടെ കൺസോളിഡേറ്റഡ് ആൻഡ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. എന്തിനു പുറമെ ഈ പ്രസൻറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110-നും 27-നും ഒക്കെ ഒപ്പം തന്നെ ഈ സ്റ്റാൻഡേർഡ്സും വേണമെന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്താ? ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത 2 കേസുകളുണ്ട്. ഒന്ന്, ഇവരുടെ ഈ ഡിസ്ക്ലോഷർ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ പ്രൊസീജിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുടെ റൂൾസിനെ ബാധിക്കുന്ന, ചില സ്ഥാപനങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കില്ല. ഒന്ന്. 2, ചില ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ അവരുടെ ലോ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്തരം കേസുകളിലും ഇത് 2 കേസുകളിലും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യേണ്ടതില്ല. അടുത്ത ഡെഫിനിഷൻ ഓഫ് റിലേറ്റഡ് പാർട്ടി ആൻഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. ഇനി എന്താണ് റിലേറ്റഡ് പാർട്ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നു, എന്താണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, ഇത് രണ്ടും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എ റിലേറ്റഡ് പാർട്ടി ഈസ് എ പേഴ്സൺ ഓർ എൻറ്റിറ്റി. റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആവാം. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ എൻറ്റിറ്റി ദാറ്റ് ഈസ് പ്രിപ്പയറിങ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥാപനത്തിനെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയാം. കുട്ടികളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇത് കൃത്യമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് IFRS ടേംസിലാണ്. നമുക്ക് പഠിക്കാനുള്ളതും ആ ടേംസ് തന്നെയാണ്. അതുകൊണ്ട് വ്യക്തമായിട്ടും ആ ടേം തന്നെ യൂസ് ചെയ്തിട്ട് ആണ് നമുക്കത് പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിലേറ്റഡ് പാർട്ടി എന്താണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും ഇവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയാം. റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എൻറ്റിറ്റിയെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയും. ഞാനൊന്നുകൂടി പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന എൻറ്റിറ്റിയെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുന്നു. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയായിട്ട് ബന്ധമുള്ള വ്യക്തികളെ എന്തായിട്ട് പറയാം? റിലേറ്റഡ് പാർട്ടി ഇൻ പേഴ്സൺ. ആ വ്യക്തികളെ പേഴ്സൺ എന്നും, അതുപോലെ തന്നെ ആ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ എൻറ്റിറ്റി റിലേറ്റഡ് പാർട്ടി എൻറ്റിറ്റി എന്നും പറയും. അപ്പോൾ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് 2 തരത്തിലാവാം. ഒന്ന്, ഈ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ എൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാകാം. 2, റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ട എൻറ്റിറ്റികളാവാം, കമ്പനികളാവാം. 2 സാധ്യതകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒന്ന് കുട്ടികൾ മനസ്സിലാക്കുക, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥാപനത്തിനെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുന്നു. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയായിട്ട് ബന്ധമുള്ള വ്യക്തികളെ റിലേറ്റഡ് പാർട്ടികളായിട്ടുള്ള വ്യക്തികളെ ആണ് എന്തായിട്ട് പറയുന്നത്? പേഴ്സൺ, റിലേറ്റഡ് പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ചില കേസുകളിൽ റിലേറ്റഡ് പാർട്ടി എന്തായിരിക്കാം? മറ്റ് എൻറ്റിറ്റീസ് ആയിരിക്കാം. അങ്ങനെ പറയുന്നു. ഇനി താഴെ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൽ രണ്ട് കാറ്റഗറിയാണ്. എ പേഴ്സണും ഉണ്ട്, എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ പേഴ്സൺ നമുക്ക് A പോയിൻറ്റിലാണ് ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സ്മോൾ ലെറ്റർ A പോയിൻറ്റിലാണ് ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എൻറ്റിറ്റി ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് B പോയിൻറ്റിലാണ് കേട്ടോ. അപ്പോൾ A പോയിൻറ്റ് നോക്കാം നമുക്ക്. എ പേഴ്സൺ ഓർ എ ക്ലോസ് മെമ്പർ ഓഫ് ദാറ്റ് പേഴ്സൺസ് ഫാമിലി ഈസ് റിലേറ്റഡ് ടു എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഇഫ് ദാറ്റ് പേഴ്സൺ, ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്ലോസ് റിലേറ്റീവോ, അയാൾ ഒരു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ റിലേറ്റഡ് പേഴ്സൺ ആവണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം? ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് കൺട്രോൾ ഓർ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. അയാൾക്ക് എന്തുണ്ടാവണം? റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ കൺട്രോൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ജോയിൻറ്റ് കൺട്രോൾ ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. അയാൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവണം. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്. 3, ഈസ് എ മെമ്പർ ഓഫ് ദ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ.
അയാൾ എന്തായിരിക്കണം? മെമ്പർ ഓഫ് ദ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഓർ ഓഫ് എ പാരൻ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ മാത്രമല്ല, പാരൻ്റ് എൻറ്റിറ്റിയുടെ ചീഫ് എന്തായിരിക്കണം? കീ മാനേജ്മെൻറ്റ് പേഴ്സൺ, ചീഫല്ല, കീ മാനേജ്മെൻറ്റ് പേഴ്സണലാണെങ്കിലും എന്തായിരിക്കും? അവർ റിലേറ്റഡ് പേഴ്സണാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തികളാവാം, എൻറ്റിറ്റീസ് ആവാം. വ്യക്തികൾ ആരൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് എ പോയിൻറ്റിൽ, എൻറ്റിറ്റി ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ബി പോയിൻറ്റിലാണ്. വ്യക്തികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഓർ എ ക്ലോസ് മെമ്പർ ഓഫ് ദാറ്റ് പേഴ്സൺസ് ഫാമിലി. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി മെമ്പറോ റിലേറ്റഡ് പാർട്ടി ആവണമെങ്കിൽ ആ പേഴ്സൺ, ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് കൺട്രോൾ ഓർ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. കൺട്രോൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജോയിൻറ്റ് കൺട്രോളിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഏതിൽ? റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ. 2, ഹാസ് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസസ് ഓവർ ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളായിരിക്കണം. 3, ഹീസ് എ മെമ്പർ ഓഫ് ദ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ഓർ ഓഫ് എ പാരൻ്റ് ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പാരൻ്റ് കമ്പനിയുടെയോ എന്താണ്? കീ മാനേജ്മെൻറ്റ് പേഴ്സണലായിരിക്കുക. ഈ 3 കാറ്റഗറിയും വിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 3 ക്രൈറ്റീരിയൻസും ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ ആ പേഴ്സണെയോ ആ പേഴ്സൻ്റെ വീട്ടിലുള്ള ക്ലോസ് മെമ്പേഴ്സിനെയോ നമുക്ക് എന്തായിട്ട് പറയാം? റിലേറ്റഡ് പാർട്ടീസ് ആണെന്ന് പറയാം. ഇനി ഈ ആരാണ് ഈ ക്ലോസ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത്? അല്ലേ, ക്ലോസ് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ദാറ്റ് ദ പേഴ്സൺസ് ചിൽഡ്രൻ, സ്പൗസ് ഓർ ഡൊമസ്റ്റിക് പാർട്ട്ണർ, ബ്രദർ, സിസ്റ്റർ, ഫാദർ ആൻഡ് മദർ. ഈ വ്യക്തിയുടെ ക്ലോസ് അസോസിയേറ്റ് അല്ലെങ്കിൽ ക്ലോസ് മെമ്പർ ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നു. ദാറ്റ് പേഴ്സൺസ്, ആ വ്യക്തിയുടെ കുട്ടികൾ, സ്പൗസ്, ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഭാര്യയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഭർത്താവ്, സ്പൗസ് എന്ന് പറയുന്നത് അത്. ഓർ ഡൊമസ്റ്റിക് പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പാർട്ട്ണർ ആരാണെങ്കിൽ അവർ, ബ്രദർ, സിസ്റ്റർ, ഫാദർ ആൻഡ് മദർ. മനസ്സിലായല്ലോ? ഇവരൊക്കെ റിലേറ്റഡ് പാർട്ടി ആയിട്ട് വരുന്ന കാര്യം, അല്ലെങ്കിൽ എന്താണ്? ക്ലോസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആളുകളാണ്. ഇനി ബി പോയിൻ്റ്, ചിൽഡ്രൻ ഓഫ് ദാറ്റ് പേഴ്സൺസ് സ്പൗസ് ഓർ ഡൊമസ്റ്റിക് പാർട്ട്ണർ എന്ന് പറയുന്നു. ചിൽഡ്രൻ ഓഫ് ദാറ്റ് പേഴ്സൺസ്, അതായത് ഈ വ്യക്തിയുടെ കുട്ടികൾ, അവരുടെ എന്താണ്? സ്പൗസ്, മനസ്സിലായോ? അല്ലെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് പാർട്ട്ണർ. ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് ദാറ്റ് പേഴ്സൺ ഓർ ദാറ്റ് പേഴ്സൺ സ്പൗസ് ഓർ ഡൊമസ്റ്റിക് പാർട്ട്ണർ. അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡിപ്പെൻഡൻറ്റ്, ആ ഡിപ്പെൻഡൻറ്റിൻ്റെ എന്താണ്? അയാളുടെ മക്കൾ തന്നെ എന്താണ്? ഡിപ്പെൻഡൻറ്റിൻ്റെ മക്കൾ തന്നെ എന്താണ്? സ്പൗസ് ഓർ ഡൊമസ്റ്റിക് പാർട്ട്ണർ, ഇവരൊക്കെ വരുന്നു. ഇവരൊക്കെയാണ് എന്തായിട്ട് പറയുന്നത്? മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നു. ഇനി ഇവിടെ നമ്മളെല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് ടേംസ്, കൺട്രോൾ, ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി, ജോയിൻറ്റ് കൺട്രോൾ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ. ദ ടേംസ് കൺട്രോൾ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി, ജോയിൻറ്റ് കൺട്രോൾ ആൻഡ് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ആർ ഡിഫൈൻഡ് ആസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 110 and Indian Accounting Standard 111 and Indian Accounting Standard 28 respectively, and are used in this standard with the meaning specified in those Indian Accounting Standards. അത് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ പവർ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി എന്താണ്, ജോയിൻറ്റ് കൺട്രോൾ എന്താണ്, സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അതാത് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്കത് കൂടുതൽ അവിടേക്ക് എത്തേണ്ട ആവശ്യമില്ല, അവിടേക്ക് ഡിസ്കസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് റിലേറ്റഡ് പാർട്ടീസ് മേ ബി എ പേഴ്സൺ ഓർ ആൻ എൻറ്റിറ്റി. റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനി ആവാം, എൻറ്റിറ്റി ആവാം. അതിൽ വ്യക്തികളുടെ കാര്യമാണ് എ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ വ്യക്തിയാണ് ആയിരിക്കുക? ഒരു ക്ലോസ് മെമ്പർ ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ എന്താണ് എ പേഴ്സൺ ഓർ എ ക്ലോസ് മെമ്പർ ഓഫ് എ പേഴ്സൺസ് ഫാമിലി. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്താണ് അടുത്ത ബന്ധുവോ, അയാളുടെ വീട്ടിലെ അടുത്ത ബന്ധുവോ എന്തായിരിക്കാം? റിലേറ്റഡ് പാർട്ടി ആയിട്ട് വരാം. എങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഹി ഹാസ് കൺട്രോൾ ഓർ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ഈ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ജോയിൻറ്റ് കൺട്രോളിനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ
അതല്ലെങ്കിൽ ഹി ഹാസ് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി, ഈ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിലെ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ, അതല്ലെങ്കിൽ ഹീ ഈസ് എ മെമ്പർ ഓഫ് ദ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി, അയാളൊരു കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഓഫ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആണെങ്കിലും, അതുപോലെ തന്നെ എന്താണ് ആ കമ്പനി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ മാത്രമല്ല പാരൻറ്റ് കമ്പനിയുടെ ആണെങ്കിലും എന്താണ് അവർ റിലേറ്റഡ് പാർട്ടിയാണ് കേട്ടോ. ഇത്രയാണ്. ഇനി മെമ്പർ ഓഫ് ദ ഫാമിലിക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, ഞാനത് പറഞ്ഞു, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ആർ ദോസ് പേഴ്സൺസ് ഹാവിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി ആരാണ് ഈ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽസ്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നമുക്കറിയാം അത് എന്താണ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിലെ കീ പൊസിഷൻസ് വഹിക്കുന്ന ആളുകൾ അല്ലേ, അവരാരൊക്കെയാണ്? കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ ആർ ദോസ് പേഴ്സൺസ് ഹാവിങ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്ലാനിങ്, directing and controlling the activities of the entity directly or indirectly, including any director whether executive or otherwise of that entity. അപ്പോൾ കീ മാനേജ്മെൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അവർക്ക് അതോറിറ്റി ഉണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. എന്തിന്? പ്ലാനിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ എൻറ്റിറ്റി. ഡയറക്റ്റ്ലി ആവാം, ഇൻഡയറക്റ്റ്ലി ആവാം. അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിങ് പവറുള്ള ആളായിരിക്കും. ഇൻക്ലൂഡിങ് എനി ഡയറക്ടർ ആവാം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാം, അതർവൈസ് ഉള്ള ഡയറക്ടർ ആവാം ഓഫ് ദാറ്റ് എൻറ്റിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബി പോയിൻ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് കീ അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് എ ആവാം, എ എന്ന് പറയുന്ന പേഴ്സൺസ് ആവാം, ബി എന്ന് പറയുന്ന എൻറ്റിറ്റി ആവാം, കമ്പനികളാവാം. അപ്പോൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബി പോയിൻറ്റിൽ. എൻ എൻറ്റിറ്റി ഈസ് റിലേറ്റഡ് ടു എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. A entity is related to a reporting entity if any one of the following conditions applies. അതായത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ റിലേറ്റഡ് പാർട്ടി ആവണമെങ്കിൽ ഏതെങ്കിലും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എനി ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ ആ കമ്പനി, ആ എൻറ്റിറ്റി ഇതിൻ്റെ റിലേറ്റഡ് പാർട്ടി ആണ് എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ദ എൻറ്റിറ്റി ആൻഡ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. ഈ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏത് കമ്പനിയാണോ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു, അവരെയാണ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ, റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ. ദെൻ മറ്റേ എൻറ്റിറ്റി ഏതാണ്? നമ്മൾ റിലേറ്റഡ് പാർട്ടീനെയാണ് അതർ എൻറ്റിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദി എൻറ്റിറ്റി ആൻഡ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ രണ്ട് കമ്പനികളായിരിക്കാം, ഒരു ഗ്രൂപ്പിലെ രണ്ട് എൻറ്റിറ്റീസ് ആയിരിക്കാം. എൻറ്റിറ്റി എന്നിവിടെ പറയുന്നത് കമ്പനീനെയാണ് അല്ലേ, ഒരു ഗ്രൂപ്പിലെ തന്നെ രണ്ട് കമ്പനികൾ. അപ്പോൾ അവർ റിലേറ്റഡ് പാർട്ടിയാണ്. രണ്ട്, വൺ entity is an associate or joint venture of other entity. ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു എൻറ്റിറ്റി, റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആയിരിക്കാം, മറ്റേ എൻറ്റിറ്റി ആയിരിക്കാം, അവരെന്ത് ചെയ്യുക? അസോസിയേറ്റ് ആയിരിക്കുക. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അതല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കുക, ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ജോയിൻറ്റ് വെഞ്ചർ, ജോയിൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കുക. മൂന്നാമത്തെ പോയിൻ്റ്, ബോത്ത് എൻറ്റിറ്റീസ് ആർ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഓഫ് ദ സെയിം തേർഡ് പാർട്ടി. രണ്ട് കമ്പനിയും ഒരു തേർഡ് പാർട്ടിയുടെ ജോയിൻറ്റ് വെഞ്ചർ ആയിരിക്കുക. മനസ്സിലായത്? രണ്ട് കമ്പനിയും ഒരു തേർഡ് പാർട്ടിയുടെ ജോയിൻറ്റ് വെഞ്ചറിലായിരിക്കുക. അങ്ങനെയാണെങ്കിലും ഇവർ റിലേറ്റഡ് പാർട്ടീസാണ്. 4, വൺ പാർട്ടി ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് എ തേർഡ് പാർട്ടി ആൻഡ് ദ അതർ എൻറ്റിറ്റി ഈസ് ആൻ അസോസിയേറ്റ് ഓഫ് ദ തേർഡ് പാർട്ടി. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വൺ എൻറ്റിറ്റി ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് എ തേർഡ് പാർട്ടി. ഈ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ ജോയിൻറ്റ് വെഞ്ചർ ആവാം. ഇനി അത് മാത്രമല്ല ആൻഡ് ദ അതർ എൻറ്റിറ്റി ഈസ് ആൻ അസോസിയേറ്റ് ഓഫ് ദ തേർഡ് പാർട്ടി. മറ്റേ എൻറ്റിറ്റി എന്ത് ചെയ്യുക? ഒരു അസോസിയേറ്റ് ആവുക, തേർഡ് പാർട്ടിയുടെ അസോസിയേറ്റ് ആവാം കേട്ടോ. ഇങ്ങനെയാണെങ്കിലും ഫോർത്ത് പോയിൻ്റ് ആണെങ്കിലും ഈ കമ്പനികൾ റിലേറ്റഡ് പാർട്ടീസ് ആവും. ഫിഫ്ത്ത് പോയിൻ്റ്, ദ എൻറ്റിറ്റി ഈസ് എ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ എംപ്ലോയീസ് ഓഫ് either the reporting entity or an entity related to reporting entity. അതായത് ഈ കമ്പനി ഇറ്റ്സെൽഫ് ഒരു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻ ആയിരിക്കാം. കമ്പനി എന്ന് പറയുന്നത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻ നടത്തുന്ന ഒരു കമ്പനി ആയിരിക്കുക, അല്ലെങ്കിൽ ഇതൊരു ബെനിഫിറ്റ് പ്ലാൻ ആയിരിക്കുക കേട്ടോ. ആരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബെനിഫിറ്റ് ഓഫ് ദ എംപ്ലോയി ഐദർ
ദ റിപ്പോർട്ടിംഗ് കമ്പനി. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ ഉള്ള എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ് പ്ലാനായിട്ട് ഇത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ ബെനിഫിറ്റ് പ്ലാൻ ആയിരിക്കുക, ഇത് രണ്ടും ആണെങ്കിലും റിലേറ്റഡ് പാർട്ടിയാണ്. ദ എൻറ്റിറ്റി ഈസ് കൺട്രോൾഡ് ഓർ ജോയിൻ്റ്ലി കൺട്രോൾഡ് ബൈ എ പേഴ്സൺ ഐഡൻറ്റിഫൈഡ് ഇൻ എ. നേരത്തെ എയിൽ പറഞ്ഞില്ലേ റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞില്ലേ, ആ റിലേറ്റഡ് പാർട്ടി നടത്തുന്ന ഏതെങ്കിലും കമ്പനിയുടെ ജോയിൻറ്റ് കൺട്രോളിൽ അല്ലെങ്കിൽ കൺട്രോളിംഗ് പവറിലുള്ള ഒരു കമ്പനി ആയിരിക്കുക. എ പേഴ്സൺ ഐഡൻറ്റിഫൈഡ് ഇൻ എ എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടിയിലെ പേഴ്സണായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എ പോയിന്റിൽ. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വ്യക്തികൾ ഹാസ് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ എൻറ്റിറ്റി. അവരെന്ത് ചെയ്യുക, അവർ എൻറ്റിറ്റിയിൽ സിഗ്നിഫിക്കൻ്റ് പവർ ഉണ്ടായിരിക്കുക, ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ എന്താണ്, അവർ കീ മാനേജ്മെൻറ്റ് പേഴ്സണലാവുക, ഏതെങ്കിലും കമ്പനിയുടെ കീ മാനേജ്മെൻറ്റ് പേഴ്സണലാവുക എങ്കിൽ അത്. എട്ടാമത്തെ പോയിൻ്റ്, ദ എൻറ്റിറ്റി ഓർ എനി മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് എ പാർട്ട് പ്രൊവൈഡ്സ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ സർവീസസ് ടു ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ഈ എൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ മെമ്പറായിരിക്കും, അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്ക്, റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിക്ക്. അല്ലെങ്കിൽ എന്താണ്, റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ പാരൻ്റ് എൻറ്റിറ്റിക്ക് കീ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ. ഇതൊക്കെയാണെങ്കിലും എന്താണ്, ഇവരൊക്കെ റിലേറ്റഡ് പാർട്ടീസായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആരൊക്കെയാണ് റിലേറ്റഡ് പാർട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിയായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളോ എൻറ്റിറ്റിയോ എന്തായിട്ട് വരാം, റിലേറ്റഡ് പാർട്ടീസ് വരാം. അതിൽ വ്യക്തികൾക്കുള്ള എക്സ്പ്ലനേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ജോയിൻറ്റ് കൺട്രോളോ ജോയിൻറ്റ് കൺട്രോളിലോ ഉള്ള വ്യക്തികൾ. 2 സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തികൾ. 3 എന്താണ്, കീ പേഴ്സണലിൽ ഈ റിപ്പോർട്ടിംഗ് കമ്പനിയിലോ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് കമ്പനിയുടെ പാരൻറ്റ് കമ്പനിയിലോ കീ പേഴ്സണലായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവരൊക്കെ ആണെങ്കിൽ റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി ചില കേസുകളിൽ റിലേറ്റഡ് പാർട്ടി എന്തായിരിക്കാം, വ്യക്തികളല്ല കമ്പനികളായിരിക്കാം. കമ്പനികളാവുകയാണെങ്കിൽ എന്താണ്, റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുന്നത് സെയിം ഗ്രൂപ്പിലെ ഒരു എൻറ്റിറ്റിയും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും സെയിം ഗ്രൂപ്പിലെ 2 കമ്പനികളാണെങ്കിൽ ആ മറ്റ് കമ്പനിയെ നമുക്ക് എന്തായിട്ട് പറയാം, റിലേറ്റഡ് പാർട്ടി കമ്പനി എന്ന് പറയാം, എൻറ്റിറ്റി എന്ന് പറയാം. അങ്ങനെ അതിൽ 8 പോയിൻ്റ് ഉണ്ട്. കുട്ടികൾ ആ 8 പോയിൻ്റ് നോക്കുക. തിയറിയാണ്. ഇതിലിപ്പോൾ നോർമൽ പോയിന്റിൽ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷേ ഇത് നമുക്ക് ലോ റിലേറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പരമാവധി ഞാൻ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളത് ശ്രദ്ധിക്കാം കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. അടുത്തത്, ഫോളോയിങ് ആർ നോട്ട് റിലേറ്റഡ് പാർട്ടീസ്. ഇനി ചില കേസുകളിൽ റിലേറ്റഡ് പാർട്ടി നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെയാണെന്ന് നോക്കാം. 2 entities simply because they have a director or other member of a key management personnel in common. ഇപ്പോൾ ചില കമ്പനികളിൽ 2 കമ്പനികളിലും ഒരേ ഡയറക്ടറാവും. ഒരു ഡയറക്ടർ തന്നെ വേറൊരു കമ്പനിയുടെ ഒരു ഡയറക്ടറായിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, കീ പേഴ്സണലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വെറുതെ സിമ്പിൾ എന്താണ്, അതോറിറ്റിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രശ്നവുമില്ല. ബി പോയിൻ്റ്, 2 joint ventures simply because they share joint control of a joint venture. അവർ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് എ ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിൽ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് എ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ജോയിൻറ്റ് കൺട്രോളിലാണ് അവരെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതും റിലേറ്റഡ് പാർട്ടിയാണെന്ന് പറയേണ്ട കാര്യമില്ല. പ്രൊവൈഡേഴ്സ് ഓഫ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ബാങ്കുകളോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ലെൻഡിങ് ഫേംസൊക്കെ ആണെങ്കിൽ അവരെ നമുക്കൊരിക്കലും എന്തായിട്ട് പറയാൻ സാധിക്കില്ല, ഈ റിലേറ്റഡ് പാർട്ടി എന്ന് പറയാൻ സാധിക്കില്ല. ട്രേഡ് യൂണിയൻസ്, പബ്ലിക് യൂട്ടിലിറ്റീസ്, ട്രേഡ് യൂണിയനും പബ്ലിക് യൂട്ടിലിറ്റീസ് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഏജൻസീസ് ഓഫ് ഗവൺമെൻറ് ദാറ്റ് ഡസ് നോട്ട് ജോയിൻ്റ്ലി കൺട്രോൾ ഓർ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ചില ഏജൻസികൾ, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അവർ ഒരു കൺട്രോളിങ്ങിന് വരാൻ പോകുന്നില്ല കേട്ടോ. അത്തരം കാര്യങ്ങൾ അവർ കൺട്രോൾ ചെയ്യാൻ പോകുന്നില്ല. അത്തരം ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കാം, കൺട്രോളിംഗ് പവറിൽ നിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാം. ഡി പോയിൻ്റ്, എ കസ്റ്റമർ, സപ്ലയർ, ഫ്രാഞ്ചൈസർ, ഡിസ്ട്രിബ്യൂട്ടർ, ജനറൽ ഏജൻറ്റ് with whom an entity transacts a significant volume of business simply by virtue of the resulting economic dependence. ഇതിൽ ഇക്കണോമിക് ഡിപ്പെൻഡൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ സപ്ലയേഴ്സിൻ്റെ ഒരു 40% നമ്മൾ ഒരാൾക്കാണ് കൊടുക്കുന്നു. അയാളെ വേണമെങ്കിൽ ഇക്കണോമിക് ഡിപ്പെൻഡൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് ആ ഒറ്റ കാരണത്താൽ
ഒരിക്കലും അവരെ റിലേറ്റഡ് പാർട്ടിയുടെ ഗണത്തിലേക്ക് പെടുത്താൻ സാധിക്കില്ല കേട്ടോ. ഇത്രയാണ് ഫോളോയിങ് ആർ നോട്ട് റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ എ റിലേറ്റഡ് പാർട്ടി താഴെ വ്യക്തമാക്കിയിരിക്കുന്നു, എ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്, സർവീസസ് ഓർ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആൻഡ് എ റിലേറ്റഡ് പാർട്ടി. അല്ലേ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്, അല്ലേ, റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, സർവീസസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ആൻഡ് ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആൻഡ് എ റിലേറ്റഡ് പാർട്ടി റിഗാർഡ്ലെസ് ഓഫ് വെദർ എ പ്രൈസ് ഈസ് ചാർജ്ഡ്. അവിടെ ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നു, അവിടെ എന്താണ് പ്രൈസ് ചാർജ് ചെയ്തോ പ്രൈസ് ചാർജ് ചെയ്തില്ലയോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അവിടെ എന്ത് ട്രാൻസാക്ഷൻ നടക്കുന്നു, റിസോഴ്സോ സർവീസോ ട്രാൻസാക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നു, റിഗാർഡ്ലെസ് ഓഫ് വെദർ എ പ്രൈസ് ഈസ് ചാർജ്ഡ്. അവിടെ പ്രൈസ് ചാർജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. അടുത്ത ഡിസ്ക്ലോഷേഴ്സാണ്. എന്താ ഡിസ്ക്ലോഷേഴ്സ് എന്ന് പറഞ്ഞാൽ? ഡിസ്ക്ലോഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പാരൻ്റ് ആൻഡ് ഇറ്റ് സബ്സിഡറി ഷാഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദർ ഹാവ് ബീൻ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദം. അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, പാരൻറ്റും സബ്സിഡറിയൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് കീഴിൽ അല്ലെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇഫ് neither the company's parent nor the ultimate controlling party produces consolidated financial statements available for public use, the name of the next most senior parent that does so shall also be disclosed. അതായത് ഇപ്പോൾ പാരൻ്റ് കമ്പനിയെ നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൺട്രോളിംഗ് പവർ പല ആളുകളുടെ കയ്യിലൊക്കെയാണെന്ന് വെക്കുകയാണെങ്കിൽ, അത്തരം കേസുകളിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 2, 3, 4 കമ്പനികളുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പാരൻ്റ് കമ്പനിയുടെയാണ് പേര് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് കേട്ടോ. ആൻ എൻറ്റിറ്റി ഷാൾ ഡിസ്ക്ലോസ് കീപ് മാനേജ്മെൻറ്റ് പേഴ്സണൽ കോമ്പൻസേഷൻ ഇൻ ടോട്ടൽ ആൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ്. പക്ഷേ ഒരു കാര്യം ചെയ്യണം നിർബന്ധമായിട്ട്, ആൻ എൻറ്റിറ്റി ഷാൾ ഡിസ്ക്ലോസ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എൻറ്റിറ്റി ഷാൾ disclose key management personnel compensation in total and for each of the following categories. അപ്പോൾ അവരുടെ കോമ്പൻസേഷൻ, കീ മാനേജ്മെൻറ്റ് പൊസിഷനിലിരിക്കുന്ന ആളുകളുടെ കോമ്പൻസേഷൻ പറയണം. അത് ടോട്ടലായിട്ട് മാത്രമല്ല, സെപ്പറേറ്റ് ചെയ്തിട്ട് പറയണം. എന്തൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്തിട്ട് പറയേണ്ടത്? ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ്സ്. ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിന് താഴെയുള്ള എംപ്ലോയി ബെനിഫിറ്റ് എന്തൊക്കെയാണ്? പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, ഇത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അവരുടെ പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? അതർ ലോങ് ടൈം ബെനിഫിറ്റ്, മറ്റ് ലോങ് ടൈം ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ടെർമിനേഷൻ ബെനിഫിറ്റ്സ്, അവരെ പിരിച്ചു വിടുകയാണെങ്കിൽ, ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇത് കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇഫ് എൻ എൻറ്റിറ്റി ഹാസ് ഹാഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് during the periods covered by the financial statements, it shall disclose the nature of the related party relationship as well as information about those transactions, outstanding balances, including commitments necessary for users to understand potential effect of the relationship. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ റിപ്പോർട്ടിംഗ് പീരീഡിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ, റിലേറ്റഡ് പാർട്ടീസായിട്ട് ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളായിട്ട് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് പേഴ്സണലൊക്കെ ആയിട്ട് ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ട്രേഡിങ്ങിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ഉണ്ടോ, അത് കൃത്യമായിട്ട് ഇത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. These disclosure requirements are in addition to those in paragraph 17 of the standard. അതായത് ഈ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള 17th സ്റ്റാൻഡേർഡിൽ നിന്ന്, 17th സ്റ്റാൻഡേർഡിൽ കുറേ ഡിസ്ക്ലോഷർ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കാം അല്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് അഡീഷണലായിട്ട് വേണ്ടുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. ഇനി ഏറ്റവും മിനിമം ഡിസ്ക്ലോഷേഴ്സ് ഷാൾ ഇൻക്ലൂഡ്. ഇനി ഏറ്റവും മിനിമം ആയിട്ട് ഡിസ്ക്ലോഷേഴ്സ് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു. 1, എ പോയിൻ്റ് ദ എമൗണ്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള എമൗണ്ട്. ബി പോയിൻ്റ് ദ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ഇൻക്ലൂഡിങ് കമ്മിറ്റ്മെൻറ്റ്സ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ഉണ്ടോ, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടോ, അത്. ദെയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് വെദർ ദേ സെക്യൂർഡ്
അല്ലെങ്കിൽ എന്താണ് അൺസെക്യൂർഡ് പോലെയുള്ള കാര്യങ്ങൾ, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഡീറ്റെയിൽസ് ഓഫ് എനി ഗ്യാരണ്ടീസ് ഗിവൺ ഓർ റിസീവ്ഡ്, അവരെന്തെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഗ്യാരണ്ടി റിസീവ് ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ പറയണം. സി പോയിൻ്റ് ആയിട്ട് പ്രൊവിഷൻസ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് റിലേറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ്. പ്രൊവിഷൻസ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് റിലേറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് എന്താണെന്നറിയാലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ. ഡി പോയിൻ്റ് എക്സ്പെൻസസ് റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഡ്യൂ ഫ്രം റിലേറ്റഡ് പാർട്ടീസ്. അപ്പോൾ റിലേറ്റഡ് പാർട്ടീസായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ് ഉണ്ടോ, അതെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് കുട്ടികൾ ആലോചിക്കുക. ഈ റിലേറ്റഡ് പാർട്ടി ആരൊക്കെയാണെന്ന് കണ്ടെത്തണം, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അവരായിട്ടുള്ള ഡീലിങ്സ് എന്താണെന്നൊക്കെ പറയണമെന്ന് പറയുന്നത് മാക്സിമം ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ കൃത്രിമങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൂൾ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലേ. The standard requires that the disclosures as per paragraph 18 of the standard shall be made separately for each following categories. ഇതിൽ ഈ സ്റ്റാൻഡേർഡിൽ തന്നെ പാരഗ്രാഫ് 18-ൽ എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സാണ് വേണ്ടതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാറ്റഗറിയിലാണ് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ടത്. ദ പാരൻ്റ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. എൻറ്റിറ്റീസ് വിത്ത് ജോയിൻറ്റ് കൺട്രോൾ ഓർ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ എൻറ്റിറ്റി, അതായത് ഏതെങ്കിലും കമ്പനി നമ്മുടെ പാരൻ്റ് കമ്പനി ആണെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ജോയിൻറ്റ് കൺട്രോൾ ഉണ്ടോ, സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ള കമ്പനികളുണ്ടോ, അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. സബ്സിഡറീസ് ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കണം. അസോസിയേറ്റ്സ്, നമ്മളൊപ്പം ബിസിനസ് ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ പറഞ്ഞിരിക്കണം. ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കണം. കീ മാനേജ്മെൻറ്റ് പേഴ്സണൽസ് ഓഫ് ദ എൻറ്റിറ്റി ഓർ ഇറ്റ്സ് പാരൻറ്റ്, കീ മാനേജ്മെൻറ്റ് പേഴ്സണൽസോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലോ അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയിലോ ഉള്ളവരാണെങ്കിൽ അത് പറഞ്ഞിരിക്കണം. അതർ റിലേറ്റഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം കേട്ടോ. ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ മേ ബി ഡിസ്ക്ലോസ്ഡ് ഇൻ അഗ്രിഗേറ്റ് എക്സെപ്റ്റ് വെൻ സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ ഈസ് നെസസറി ഫോർ എൻ അണ്ടർടേക്കിംഗ്. അതായത് ഇപ്പോൾ ഒരേ നേച്ചറിലുള്ളതാണെങ്കിൽ ഒന്നിച്ച് പറഞ്ഞാൽ മതി. അതേസമയം സ്റ്റാൻഡേർഡ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ലെങ്കിൽ ഒരേ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഒരുപോലെ കാണിച്ചാലുണ്ട്, കുഴപ്പമില്ല. അതേസമയം സ്റ്റാൻഡേർഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ, അത് നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഒന്നിച്ച് കാണിച്ചാലും മതി. ഡിസ്ക്ലോഷർ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസ് വിത്ത് ഇൻഡിവിജ്വൽ റിലേറ്റഡ് പാർട്ടീസ് വുഡ് ഫ്രീക്വൻ്റ്ലി ടു വോളിമിനസ് ടു ബി ഈസിലി അണ്ടർസ്റ്റുഡ്. അതായത് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഈ റിലേറ്റഡ് പാർട്ടീസായിട്ട് വരികയാണ്. അതിൻ്റെ സാധാരണ ഡീറ്റെയിൽസ് ഒരുപാട് വലുതാവുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്നിച്ച് ചെയ്താൽ മതി. അക്കോർഡിംഗ്ലി ഐറ്റംസ് ഓഫ് എ സിമിലർ നേച്ചർ മേ ബി ഡിസ്ക്ലോസ്ഡ് ഇൻ അഗ്രിഗേറ്റ് ബൈ ടൈപ്പ് ഓഫ് റിലേറ്റഡ് പാർട്ടി. അതുകൊണ്ട് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ആയിട്ടുള്ള ട്രാൻസാക്ഷനും ഒന്നിച്ച് അല്ലെങ്കിൽ അത് അഗ്രഗേറ്റ് ആയിട്ട് കാണിച്ചാലും മതി. പക്ഷേ സെപ്പറേറ്റ് കാണിക്കേണ്ട കാര്യങ്ങൾ സെപ്പറേറ്റ് തന്നെ കാണിക്കണം. ഇപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഐറ്റം ഒരിക്കലും പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന പർച്ചേസ് ഓഫ് അസറ്റായിട്ട് ക്ലബ് ചെയ്ത് കാണിക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ റിലേറ്റഡ് പാർട്ടിയുടെ ട്രാൻസാക്ഷൻ നോൺ റിലേറ്റഡ് പാർട്ടിയുടെ ട്രാൻസാക്ഷനായിട്ട് അഗ്രിഗേറ്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല, അതാണ് പറഞ്ഞത്. അപ്പം ഈ രണ്ട് പാരഗ്രാഫിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. റിലേറ്റഡ് പാർട്ടിയുടെ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ നേച്ചറിലാണെങ്കിൽ അത് അഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കാം. അതേസമയം സെപ്പറേറ്റ് നേച്ചറാണെങ്കിൽ ഒരിക്കലും അത് അഗ്രിഗേറ്റ് ചെയ്യാൻ പാടില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടിയുടെ ട്രാൻസാക്ഷനും ഒരു നോൺ റിലേറ്റഡ് പാർട്ടിയുടെ ട്രാൻസാക്ഷനും കൂടി അഗ്രിഗേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പർച്ചേസ് ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് അസറ്റ് പോലെയുള്ള സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ, നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഗ്രിഗേറ്റ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. A reporting entity is exempt from the disclosure requirements of paragraph 18 of the standard. ഇനി ചില കേസുകളിൽ ഈ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്താണ് ആ കണ്ടീഷൻ നോക്കാം. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് വിത്ത് എ ഗവൺമെൻറ് ദാറ്റ് ഹാസ് കൺട്രോൾ ഓർ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് ഓർ സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ളതോ ജോയിൻറ്റ് കൺട്രോൾ ഉള്ളതോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള പാർട്ടി ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത്
ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. Another entity that is a related party because the same government has control or joint control of the significant influence over both the reporting entity and the other entity എന്ന് പറയുന്നത് എന്താ, ഇത് രണ്ടും കാണിക്കേണ്ട കാര്യമില്ല. ഒന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക. അത്തരം കേസുകൾ റിലേറ്റഡ് പാർട്ടി ഗവൺമെൻറ് ആയിരിക്കുന്ന അവസ്ഥയിൽ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടിയുടെ അതർ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റോ മറ്റേതെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ഏജൻസീസൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത്, ഇഫ് എ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി അപ്ലൈസ് ദ എക്സംഷൻ ഇൻ പാരഗ്രാഫ് 25 ഓഫ് ദ സ്റ്റാൻഡേർഡ്. ഈ 25 എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. അതിനെ ഈ 25 അനുസരിച്ച് എന്തെങ്കിലും എക്സംഷൻ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വേണം? ദ നെയിം ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് നേച്ചർ ഓഫ് ഇറ്റ്സ് റിലേഷണൽ വിത്ത് ദ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. ആ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് ഏജൻസി ഏതാണ്, ഗവൺമെൻറ് കമ്പനി ഏതാണ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ നേച്ചർ ഓഫ് റിലേഷൻ പറഞ്ഞിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇത് കാണിച്ചാൽ മാത്രമാണ് നേരത്തെ എക്സംഷൻ കിട്ടുള്ളൂ. ബി പോയിൻ്റ്, ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇൻ സഫിഷ്യൻ്റ് ഡീറ്റെയിൽ ടു എനേബിൾ യൂസേഴ്സ്. ഫോളോയിങ് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് യൂസേഴ്സിനെ കൊടുത്തിരിക്കണം. ദ നേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് ഈച്ച് ഇൻഡിവിജ്വലി സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻ. ഓരോ എമൗണ്ടിൻ്റെയും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ്റെയും കൃത്യമായിട്ടുള്ള എമൗണ്ടും കാര്യങ്ങൾ എന്താണ്. ഫോർ അതർ ട്രാൻസാക്ഷൻസ് ദാറ്റ് ആർ കളക്റ്റീവ്ലി ബട്ട് നോട്ട് ഇൻഡിവിജ്വലി സിഗ്നിഫിക്കൻറ്റ്, a qualitative or quantitative indication of their extent. Types of transactions include those listed in paragraph 21 of the standard. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ട്രാൻസാക്ഷൻ കളക്റ്റീവ്ലി ബട്ട് നോട്ട് ഇൻഡിവിജ്വലി സിഗ്നിഫിക്കൻറ്റ്, അതായത് വളരെ കളക്റ്റീവായിട്ട് ഒന്നിച്ചായിട്ട് ആ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യാതിരിക്കാനുള്ള കാരണമായിട്ടാണ് അത് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഈ ടോപ്പിക്ക് പറയാം. ഇതിൽ കൃത്യമായിട്ടുള്ള റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് നിർബന്ധമാണ്. ഇനി ചില കേസുകളിൽ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് വേണമെന്നില്ല. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, ഗവൺമെൻറ് ഒരു കൺട്രോളിംഗ് പാർട്ടി ആവുന്ന സമയത്ത്, അതല്ലെങ്കിൽ അതർ എൻറ്റിറ്റി എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് പാർട്ട്ലി അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ നമുക്കതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യുന്നതിനുള്ള പാരഗ്രാഫ് 25 കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്. ആ കണ്ടീഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ചില റെഫറൻസ് വേണം. എന്തൊക്കെയാണ്? അവർ കൃത്യമായിട്ട് ഏത് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞിരിക്കണം, ആ ഗവൺമെൻറ് ഈ കമ്പനി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇത് IFRS ടേംസ് ആയതുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഇത് റിലേറ്റഡ് പാർട്ടി പഠിക്കുന്ന സമയത്ത് വളരെ ഈസിയാണ് കേട്ടോ. ഇത് കുട്ടികൾ ഈ ടോപ്പിക്കൊക്കെ S4 ബിസിനസ് റെഗുലേഷനിൽ പഠിക്കുന്നതാണ്. ബിസിനസ് റെഗുലേഷനിലാണ് വരുന്നത്, കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ വരുന്ന പോയിൻ്റാണ്. അടുത്ത് നമുക്ക് പറഞ്ഞു തന്നത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. ഇതൊക്കെയാണെങ്കിലും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് അടുത്ത് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് ചില എക്സാമ്പിൾസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും എന്താണ് റിലേറ്റഡ് പാർട്ടി എന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് റിലേറ്റഡ് പാർട്ടി ആരാണ്, ഈ സ്റ്റാൻഡേർഡിൻ്റെ സ്കോപ്പ് എന്താണ്, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണ്, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിൽ നിന്ന് ഒഴിവാക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. തിയറി ബേസ്ഡ് ആണ് എങ്കിലും IFRS ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ലോ ആയതുകൊണ്ട് തന്നെ ഇത് ആ പോയിൻ്റ് അനുസരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലായില്ലെങ്കിൽ 2-3 പ്രാവശ്യം വായിക്കണം. അത് പരമാവധി ഞാനത് ഒഴിവാക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കുക. താങ്ക് യു വെരി മച്ച്.